മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ട താമരശ്ശേരി ചുരത്തിൽ ചെറുവാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങി. ഭാരം കുറഞ്ഞ വാഹനങ്ങൾ ഒറ്റ വരിയായാണ് കടത്തിവിടുന്നത്. എന്നാൽ മഴ ശക്തമാകുന്ന സമയങ്ങളിൽ ഗതാഗതം അനുവദിക്കില്ല. കോഴിക്കോട് അടിവാരത്തുനിന്ന് മിഥില ബാലൻ ചേരുന്നുണ്ട്. മിഥില, ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിട്ടു തുടങ്ങിയിരിക്കുന്നു. നമുക്കറിയാം 2 ദിവസമായിട്ട് വലിയ ദുരിതത്തിലാണ് യാത്രക്കാരെല്ലാവരും തന്നെ. പക്ഷേ സുരക്ഷ ഏറ്റവും പ്രധാനവുമാണ്. അപ്പോൾ ഏത് രീതിയിലാണ് ഗതാഗതം പുനരാരംഭിച്ചത്? സ്മിത, ഇന്നലെ കോഴിക്കോട് കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന ദുരന്ത നിവാരണ അതോറിറ്റി യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് നിലവിൽ ചെറുവാഹനങ്ങൾ കടത്തിവിട്ട് തുടങ്ങിയിട്ടുള്ളത്. മഴയില്ല, അതുകൊണ്ട് തന്നെ ചെറിയ വാഹനങ്ങൾ, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കാറുകൾ ഉൾപ്പെടെയുള്ള അധികം ഭാരമില്ലാത്ത വാഹനങ്ങൾ ഇതുവഴി ചുരം കയറുന്നുണ്ട്. അതുപോലെ തന്നെ സമാനമായ രീതിയിൽ ചുരം ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. മഴ വരികയാണെങ്കിൽ മാത്രം ഇത്തരത്തിൽ ചെറിയ വാഹനങ്ങൾ പോലും കടത്തിവിടില്ല എന്ന ഒരു തീരുമാനം ഇന്നലെ തന്നെ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നിലവിലിപ്പോൾ നല്ല അന്തരീക്ഷമാണ്, മഴയില്ല. താമരശ്ശേരിയിലെവിടെയും ചുരത്തിലെവിടെയും മഴയില്ല. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ സുഗമമായി ഇപ്പോൾ കടന്നു പോകുന്നുണ്ട്. പോലീസിന്റെ നിരീക്ഷണമുണ്ട്. ഇന്നലെ ചേർന്ന കോഴിക്കോട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന ഒരു യോഗത്തിലെടുത്ത തീരുമാനം എന്നത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാരം കുറഞ്ഞ ചെറിയ വാഹനങ്ങൾ വൺ വേ അടിസ്ഥാനത്തിൽ കടത്തിവിടും. മഴ ഏതെങ്കിലും രീതിയിൽ ഉണ്ടാവുകയാണെങ്കിൽ അതും ഉണ്ടാവില്ല. ഭാരം കൂടിയ വാഹനങ്ങൾ ഒട്ടും കടത്തിവിടില്ല. ആംബുലൻസ് ഉൾപ്പെടെയുള്ള അവശ്യ സർവീസുകൾ മാത്രം കടത്തിവിടും എന്ന തീരുമാനം. മാത്രമല്ല, ചുരത്തിലുടനീളം ഒരു നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്താനും ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മഴ ഉണ്ടാവുകയാണെങ്കിൽ മണ്ണിടിച്ചിൽ സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുഴുവൻ സമയവും ഒരു നിരീക്ഷണം ഈ ചുരത്തിൽ ഏർപ്പെടുത്താനും ഒപ്പം തന്നെ രാത്രി കാലങ്ങളിൽ ലൈറ്റ് ഇല്ലാത്ത ഒരു പ്രശ്നം ഇവിടുത്തെ ആളുകളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ആവശ്യമായ നടപടി സ്വീകരിക്കാനും മാത്രമല്ല, ഏതെങ്കിലും രീതിയിൽ പ്രശ്നങ്ങൾ മഴയെ തുടർന്ന് ഉണ്ടാവുകയാണെങ്കിൽ അടിവാരത്ത്, ഞാനിപ്പോൾ നിൽക്കുന്ന അടിവാരത്ത് കൂടി ബദൽ സംവിധാനം ഏർപ്പെടുത്താനും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന ഒരു യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ പ്രശ്നങ്ങളില്ല. അതേസമയം തന്നെ കോഴിക്കോട് ജില്ലാ കളക്ടർ 10 മണിയോടെ വ്യൂ പോയിന്റിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തും. അതിനുശേഷമായിരിക്കും മറ്റു കാര്യങ്ങൾ ഒരു തീരുമാനമുണ്ടാവുക. സ്മിത, ശരി. ചെറുവാഹനങ്ങളാണ് ഇപ്പോൾ കടത്തിവിടുന്നത്. എന്നാൽ നിയന്ത്രണങ്ങളോടെ തന്നെയാകും ഗതാഗതം പുനരാരംഭിക്കുക. മിഥില ബാലനാണ് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.